അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവേൾഡ്. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നെയ്യപ്പമാണ്. തനതായ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള നെയ്യപ്പമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിൽ പഴമോ മൈദയോ സോഡയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചേർത്താൽ ഉണ്ണിയപ്പത്തിൻ്റെ ടെക്സ്ചറിലോട്ട് പോവും. അതൊന്നും ഇല്ലാതെ നമ്മുടെ തനതായ നാടൻ രീതിയിലുള്ള നെയ്യപ്പമാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ നെയ്യപ്പം എന്ന് പറയുന്നത് പുറമെ ക്രിസ്പിയും അകത്ത് കുറച്ച് കഴിക്കാൻ പാകത്തിന് സോഫ്റ്റ്നെസ്സും ആയിരിക്കും. അതുപോലെ തന്നെ ആ ഷേപ്പിൻ്റെ കാര്യത്തിലും കറക്റ്റ് നെയ്യപ്പം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടും. അതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നെയ്യപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. ഇതാ 1/2 കിലോക്കാളും കുറച്ചും കൂടെ ശർക്കര ഉണ്ട്. ഒരു 3 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml അളവ് കപ്പിന് 3 കപ്പ് ശർക്കര ഞാൻ എടുത്തു. അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഇതൊന്ന് പാനിയായി വരണം. ഞാൻ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പാണ്. 250 ml കപ്പിന് 3 കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കിലോ കണക്കാണെന്നുണ്ടെങ്കിൽ 1/2 കിലോയിൽക്കാളും കുറച്ചും കൂടെ ഒരു 1/2 കപ്പും കൂടെ എടുക്കുക. ശർക്കര എല്ലാം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ശർക്കര എല്ലാം അലിഞ്ഞ് മെൽറ്റായി വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചൊഴിക്കാം. ശർക്കര ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ അഴുക്കുണ്ടല്ലോ, അത് പതുക്കെ പാട പോലെ കിടക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിക്കളയാം. വേറെ പാത്രത്തിലോട്ട് മാറ്റി അതങ്ങ് കളയാം. ഇത് ഈ ശർക്കരയുടെ അഴുക്കാണ്. എന്നിട്ട് വേണം നമ്മൾ അരിച്ചൊഴിക്കാൻ. നേരിട്ട് ഇത് അരിച്ചൊഴിച്ചാൽ ഈ അഴുക്ക് അതോടുകൂടി അതിലോട്ട് ചേർന്ന് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ അരിച്ചൊഴിക്കുന്നത്. ഈ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കാം. ചെറിയ ചൂടോടുകൂടി തന്നെ അരിച്ചൊഴിക്കാം. അപ്പോൾ ഇത് മുഴുവനും അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി മാവ് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് 250 ml കപ്പാണ് ഞാൻ അളവായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 8 കപ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വറുക്കാത്ത പച്ചരി പൊടിച്ചിട്ടുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മില്ലിൽ കൊടുത്ത് പൊടിക്കാൻ നേരത്ത് കുറച്ച് തരിതരിപ്പ് കൂടി പൊടിക്കാൻ പറയുക. അപ്പം പുട്ടിനൊക്കെ പൊടിക്കുമല്ലോ, അതുപോലെ തരിതരിപ്പായിട്ട് പൊടിക്കുക. അപ്പോൾ ഞാൻ 8 കപ്പ് മാവ് ഒരു ബൗളിൽ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കിലോ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് പൊടിച്ച് ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നെയ്യപ്പവും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടിനൊക്കെ വറുത്ത് വെക്കുകയും ചെയ്യാം. ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ തടിത്തവി മാറ്റിയിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ചൂടൊന്നുമില്ല. ഇനി കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കാം. തികച്ചും ട്രഡീഷണൽ രീതിയിലുള്ള നെയ്യപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ പഴമോ മറ്റു സാധനങ്ങളോ ഗോതമ്പ് മാവോ മൈദയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. സോഡാപ്പൊടി അങ്ങനത്തെ ഒരു സാധനങ്ങളും ചേർക്കുന്നില്ല. കുറച്ചധികം നേരം ഇത് മാവ് ഒന്ന് പുളിക്കാൻ വേണ്ടി കുറച്ചധികം നേരം വെക്കണം. അത്ര താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 കപ്പ് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. തികച്ചും ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ മാവ് കുഴച്ചതിന് ശേഷം കുറച്ചധികം നേരം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ ആ പഴയ കാലത്തുള്ള ആ നെയ്യപ്പം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്.
ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നെയ്യപ്പം കുറച്ച് നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഉണക്ക് വരികയല്ലേ, അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി ഡപ്പയിലൊക്കെ ഇട്ട് സൂക്ഷിക്കാം. അപ്പോൾ ദാ മിക്സ് ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഇത്രയാണ് പരുവം. ഇനി നമുക്ക് 2-3 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് ഇതിൽ. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ബൗൾ എടുക്കുക. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒന്ന് ഏലക്ക പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ശർക്കര ചേർക്കുമ്പോൾ കുറച്ച് പഞ്ചസാര 1-2 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ ശർക്കര കുത്തൽ മാറി കിട്ടും. ഇനി ഇതിലോട്ട് ഒരു 5 ഏലക്കയുടെ തൊലിയെല്ലാം കളഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ ചെറിയ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ പൊടിച്ചെടുത്ത പഞ്ചസാരയുടെയും ഏലക്കയുടെയും ചെറിയ ജീരകത്തിന്റെ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് നമ്മൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞെടുക്കുമല്ലോ, അപ്പോഴിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് എള്ള് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്ത എള്ളാണ് കേട്ടോ. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ എള്ളൊക്കെ ഇടുമ്പോഴാണ് ആ നെയ്യപ്പത്തിന്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതിൽ ഞാൻ മറ്റേ കൊപ്ര ഉണ്ടല്ലോ അതൊന്നും ചേർക്കുന്നില്ല. നാടൻ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ തേങ്ങയൊന്നും ഇടാറില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കടിക്കാൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ നെയ്യപ്പം എന്ന് പറയുമ്പോൾ നെയ്യിലാണ് സാധാരണ ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം ആരും ഇങ്ങനെ നെയ്യിൽ ചെയ്യാറില്ല. നെയ്യിൽ ചെയ്യുമ്പോഴത്തേക്കാണ് നല്ല യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നെയ്യിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രം മതി. ഒരു 8 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എത്രത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ അതാ 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കതാ തുറന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ഉണക്ക തേങ്ങയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഇതിന്റെ പാകം, കണ്ടല്ലോ, മാവിന്റെ പാകം കണ്ടോ, ഇതാണ് പാകം. ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി ഇരുമ്പിന്റെ ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നാടൻ പലഹാരമായതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള നെയ്യപ്പമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് അതിന്റെ സ്വാദ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് പൊങ്ങി വരും. പൊങ്ങി വരുന്നത് കണ്ടല്ലോ. ഇനി ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കോരി മാറ്റാം. അപ്പൊ ആ ഗോൾഡൻ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇതും ഇതുപോലെ ഗോൾഡൻ നിറമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തു. അങ്ങ് നല്ല ബ്രൗൺ ആവേണ്ട കാര്യമല്ല. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഒരു മൂപ്പ് കൂടിയുണ്ട്.
അപ്പൊ നെയ്യപ്പം ഇവിടെ ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇതാ കണ്ടല്ലോ, സൈഡെല്ലാം ഇതാ മൊരിഞ്ഞു വന്നിരിക്കുന്നത്. ഇതാണ് ട്രഡീഷണൽ നെയ്യപ്പത്തിന്റെ പ്രത്യേകത. ഇനി ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയെല്ലാം വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം നെയ്യപ്പവും ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിതാ അവസാനത്തതും ഇതാ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതാ കണ്ടോ, എണ്ണയൊന്നും വലുതായിട്ട് കുടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ നെയ്യപ്പം എല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാ കണ്ടല്ലോ, പുറത്ത് ക്രിസ്പിയും ഇതിന്റെ വശങ്ങളിൽ ഇതുപോലെ മൊരിഞ്ഞിരിക്കണം. അതാണ് കറക്റ്റ് പാകം എന്ന് പറഞ്ഞത് നെയ്യപ്പത്തിന്റെ. അപ്പൊ പുറത്ത് ഒന്ന് ക്രിസ്പി ആയിരിക്കും, അകത്ത് കുറച്ച് നമുക്ക് കഴിക്കാൻ പാകത്തിന് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ പഴം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ദിവസം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇപ്പം നമ്മൾ പഴമൊക്കെ ചേർക്കുകയാണെങ്കിൽ, മൈദയോ സോഡയൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റിലോട്ട് പോകും. അത് 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ എല്ലാം പൊന്തിയാണ് കണ്ടോ ഇരിക്കുന്നത്. സൈഡെല്ലാം ഇതാ ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് കറക്റ്റ് നെയ്യപ്പം എന്ന് പറയുന്നത്. ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, അപ്പൊ പാകം കണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും. ഇതാണ് കറക്റ്റ് നെയ്യപ്പത്തിന്റെ പാകം എന്ന് പറയുന്നത്. പുറത്ത് ക്രിസ്പിയും അകത്ത് കഴിക്കാൻ പാകത്തിന് സോഫ്റ്റ്നെസ്സും ആയിരിക്കും. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.